ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും കാണുന്ന വളരെ കുറച്ച് ചേരുവ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വളരെ ടേസ്റ്റിയുള്ള റെസിപ്പിയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് ഒട്ടും തന്നെ കട്ടകളില്ല നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. നമ്മളൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്കോ വെച്ച് ഇതുപോലെയൊന്ന് കലക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വരുന്നത് കോഫി പൗഡറാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാലൊഴിച്ച് ഇതും നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് പാലാണ്. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ആ പാൽ നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പാൽ തീ ഒന്ന് കുറച്ച് വെച്ച് പാൽ ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. പാലിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മധ്യത്തിൽ ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഇവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ കലക്കി വെച്ചിരിക്കുന്ന ഈ കോഫി പൗഡറിൻ്റെ ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്തെല്ലാം തീ ഒന്ന് കുറച്ച് വെച്ച് തന്നെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇതും ഇപ്പോൾ ഇവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ കലക്കി വെച്ചിരിക്കുന്ന ഈ കോൺഫ്ലോറിൻ്റെ മിക്സും കൂടി നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നവരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിവിടെ ഇതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായി വരുന്നവരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിപ്പം ഇവിടെ ഒരു ഗ്ലാസ് ബൗളാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു അല്പം നെയ്യും തേച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് തട്ടി ഇതൊന്ന് ലെവലാക്കി കൊടുക്കാം. അല്ലെങ്കിൽ സ്പാച്ചില കൊണ്ടോ ഇതിൻ്റെ മുകൾ ഭാഗം നല്ലതായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നട്ട്സൊക്കെ നമുക്ക് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ അല്ലാതെയോ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറി ഇതൊന്ന് സെറ്റ് ആയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പാലും കോഫി പൗഡറൊക്കെ വെച്ചിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വളരെ ടേസ്റ്റുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്.